നിലമ്പൂരിലെ മത്സര ചിത്രം വ്യക്തമായിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഗോതയിൽ 14 സ്ഥാനാർത്ഥികൾ 7 പേരുടെ പത്രികയാണ് സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത്. വിവരങ്ങളുമായി വിപിൻ സി വിജയനാണ് ഇപ്പോൾ ചേരുന്നത് നിലമ്പൂരിൽ നിന്ന്. വിപിൻ, അങ്ങനെ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായിരിക്കുന്നു. ഇനി ആരും പത്രിക പിൻവലിക്കുന്നില്ലെങ്കിൽ ഇത്രയും സ്ഥാനാർത്ഥികളല്ലേ വിപിൻ? അതേ ഉന്മേഷ്, 14 സ്ഥാനാർത്ഥികളാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഗോതയിലുണ്ടാവുക. 7 പേരുടെ നാമനിർദ്ദേശ പത്രികയാണ് ഇന്നത്തെ സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയിരിക്കുന്നത്. സ്വതന്ത്രരും അപരരും അടക്കമാണ് ഈ 14 സ്ഥാനാർത്ഥികൾ. പ്രധാനപ്പെട്ട മുന്നണികളുടെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും നാമനിർദ്ദേശ പത്രിക ഇപ്പോൾ സാധുവായിരിക്കുന്നു. ഇപ്പൊ ഈ തള്ളിയതിൽ ഏറ്റവും പ്രധാനമായത് തൃണമൂൽ കോൺഗ്രസിന്റെ പി വി അൻവറിന്റെ ഒരു പത്രികയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയുകയില്ല. അവരുടെ പൂവും പുല്ലും എന്നുള്ള ചിഹ്നത്തിൽ മത്സരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത്. അദ്ദേഹം സ്വതന്ത്രനായിട്ടായിരിക്കും മത്സരിക്കുക. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര ചിഹ്നമായിരിക്കും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ പി വി അൻവർ ആദ്യമേ പറഞ്ഞിരുന്നു ഒരു പക്ഷേ സാങ്കേതികമായിട്ടുള്ള ചില തടസ്സങ്ങൾ ഉണ്ടാകാം എന്നുള്ളത്. അത് പറഞ്ഞതുപോലെ തന്നെ അത് തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് കേരള രജിസ്ട്രാർ എന്നുള്ള പദവി ഇല്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ പത്രിക തള്ളുകയും ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ നാടകീയമായിട്ടുള്ള കാര്യങ്ങളാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുണ്ടായിരുന്നത്. അതിൽ 14 പേർ ഇപ്പോൾ മത്സര രംഗത്തുണ്ടാകുമെന്നുള്ള ചിത്രം അത് വ്യക്തമായിരിക്കുന്നു. 7 പേരുടെ പത്രിക തള്ളുകയും ചെയ്തിരിക്കുന്നു. ഉന്മേഷ്, ശരി വിപിൻ. വിപിൻ സി വിജയനാണ് നിലമ്പൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.